ചൂരൽമലയുടെ അതിജീവനം കഴിഞ്ഞ തവണത്തെ കലോത്സവത്തിന്റെ തുടക്ക ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. ആ അതിജീവനത്തിന്റെ ഒരു തുടർച്ചയായി ചൂരൽമലയിലെ ആ കുട്ടികൾ, പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ട്, ഒപ്പം മന്ത്രിയുമുണ്ട്. വളരെ വലിയൊരു സന്തോഷമാണ് താങ്കളുടെ മുഖത്ത് തന്നെ കാണാൻ കഴിയുന്നത്. മിനിസ്റ്റർ എത്രത്തോളം സന്തോഷിച്ച ഒരു വേള ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ്. കാരണം ഇവിടെ വന്നപ്പോഴും സംസാരിച്ചപ്പോഴും എല്ലാം നമ്മളത് കണ്ടതുമാണ്. ഞാൻ പഠിച്ച സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് വെള്ളാർമലയിലെ ചൂരൽമല എന്ന് പറഞ്ഞാൽ. അത്ര വികാരപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് എന്നോടും ഞങ്ങൾക്ക് അങ്ങോട്ടും അതേ വികാരം തന്നെയാണ് സൂക്ഷിച്ചു പോരുന്നത്. ഇന്നലെ ഇവർ വന്നു, ഇന്ന് പരിപാടി അവതരിപ്പിച്ചതിന് ശേഷമേ കാണുള്ളൂ എന്ന് ഞാൻ ഉണ്ണിമാഷോട് പറഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വികാര പ്രകടനത്തിൽ ഇവരുടെ അവതരണത്തിൻ്റെ ഒരു കരുത്ത് പോകരുത്. ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിൽ നമ്മളൊന്നും അനുഭവിക്കാത്തതുപോലെ പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കണ്ണിൻ്റെ മുമ്പിലൂടെ കണ്ടു മറിഞ്ഞിട്ടും പൊരുതി നേടുന്ന കുട്ടികളാണ് ഇവർ. ഞങ്ങളുടെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ ഭാവിയാണ്. പക്ഷേ അപ്പോൾ ആ ഒരു സ്നേഹവും കരുതലും എല്ലാം, മിനിസ്റ്ററുടെ ആ സ്നേഹവും കരുതലും എല്ലാം നമ്മൾ വാക്കുകളിൽ കണ്ടതാണ്, പ്രകടനങ്ങൾ കണ്ടാണ്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇപ്പോൾ ഇവർക്ക് ഞങ്ങളെല്ലാവരും ഇവരൊക്കെ പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ദുഃഖമുള്ളവരാണ്. അപ്പോൾ അതൊക്കെ മറക്കുമല്ലേ നമ്മൾ ഈ സമയത്ത്, അതെല്ലാം മറക്കുമല്ലേ, മാറ്റി വെക്കുമല്ലേ. അതാണ് ആ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി ഒന്ന് പാടാനായിട്ട് ഒരു ഒറ്റ ഒരു തവണ നമുക്ക്. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഏതായാലും ചൂരൽമലയുടെ അതിജീവനം അത് ഒരു തുടർക്കഥയായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാർത്ഥികളെല്ലാം സന്തോഷത്തിലാണ്, അധ്യാപകരും സന്തോഷത്തിലാണ്. ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി, കേരള കൗമുദി.